സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശ്രീ മഹാദേവ്യൈ നമഃ. സൽപ്പേരുള്ള മനുഷ്യരൊത്ത വിരതം കൂട്ടായി പുലർത്തിയിടുവാനൽപ്പം പോലും ഇവനോ തദവസരം കിട്ടിയില്ല. കഷ്ടത്തിലായി കെൽപ്പേറുന്ന വിധിക്കു മുമ്പിലൊരു നാൾ കൈകെട്ടി ധൈര്യത്തോടെ നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ. പരം മേ ഭയം ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ സജ്ജനങ്ങൾക്കും പാദ നമസ്കാരം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പ്രഭാഷണ വേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ശ്രീമദ് ദേവി ഭാഗവതം ഷഷ്ഠസ്കന്ധമാണ് ഇന്നലെ നാം അവലോകനം ചെയ്ത് നിർത്തിയത്. 12 സ്കന്ധങ്ങളുള്ള ദേവി ഭാഗവതത്തിലെ 6-ാം സ്കന്ധം വരെ അവലോകനം ചെയ്ത് സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ പകുതി ഭാഗങ്ങൾ നമ്മൾ പിന്നിട്ടിരിക്കുന്നു എന്നർത്ഥം. കഴിഞ്ഞ ഏതാണ്ട് 778 ദിനങ്ങളായിട്ടാണ് ഇത്രയും ഭാഗങ്ങൾ നമ്മൾ അവലോകനം ചെയ്തു വന്നത്. നടുവിൽ പല കാരണങ്ങളെ കൊണ്ടും തുടർച്ചയായിട്ടുള്ള ഈ പ്രഭാഷണ പരമ്പര നടന്നിട്ടില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ പോസ്റ്റ് ചെയ്ത ദിനങ്ങളെ അനുസരിച്ചിട്ടാണ് 778 ദിവസം എന്ന് പറഞ്ഞത്. അതായത് 2 വർഷത്തിൽ കൂടുതലായി എന്നർത്ഥം. ഏതാണ്ട് 3 വർഷം തന്നെയായി എന്ന് പറയാം. കാരണം നടുവിൽ ഒരുപാട് ദിവസങ്ങൾ യാത്രയിലും സപ്താഹങ്ങളിലും ഒക്കെ ആകുന്ന സമയത്തും മറ്റും പോസ്റ്റ് ചെയ്യാൻ, പ്രഭാഷണം ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടാതെ കണ്ടുവരുന്ന സ്ഥിതിയിൽ അതെല്ലാം മിസ്സായിട്ടുണ്ട് നമുക്ക് നടുവിൽ. അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞിട്ടും 778ഓളം ദിവസങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഷഷ്ഠസ്കന്ധ സമാപ്തത്തിന് ശേഷം അടുത്തതായിട്ട് സപ്തമസ്കന്ധമാണ് ഇന്നു മുതൽ നാം ആരംഭിക്കുന്നത്. സപ്തമസ്കന്ധത്തിൻ്റെ പ്രഥമാധ്യായം വിഷയങ്ങൾ സൂര്യ, സോമ വംശ രാജാക്കന്മാരുടെ കഥകളാണ്. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ 9മസ്കന്ധത്തിലാണ് സൂര്യചന്ദ്ര വംശ കഥകളെ ദീർഘമായിട്ട് ശ്രീശുകൻ പരീക്ഷത്തിന് വർണ്ണിച്ചു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, വ്യാസൻ ജയമേജയന് ഈ സപ്തമസ്കന്ധത്തിലാണ് സൂര്യസോമവംശ കഥകളെ പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവാൻ ശ്രീ വേദവ്യാസൻ പറഞ്ഞ ദിവ്യമായ കഥകൾ കേട്ട ജനമേജയ മഹാരാജാവ് സന്തുഷ്ടനായി. അദ്ദേഹം വ്യാസനോട് ചോദിക്കുന്ന ചോദ്യത്തോടു കൂടിയാണ് സപ്തമസ്കന്ധത്തിലെ പ്രഥമാധ്യായം ആരംഭിക്കുന്നത്. സ്വാമിൻ സൂര്യാന്വയാനാം ച രാജ്ഞാം വംശസ്യ വിസ്തരം തഥാ സോമാന്വയാനം ച ശ്രോതുകാമോസ്മി സർവധാ. ഹേ സ്വാമിൻ, വ്യാസനെ നമസ്കരിച്ചുകൊണ്ട് പറയുന്നു, സൂര്യവംശത്തിൽ ജനിച്ചവരും സോമവംശത്തിൽ ജനിച്ചവരുമായ രാജാക്കന്മാരുടെ വംശചരിത്രം എനിക്ക് അങ്ങ് വിസ്തരിച്ച് പറഞ്ഞു തരൂ, കേൾക്കണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഈ 2 വംശത്തിൽപ്പെട്ട രാജാക്കന്മാരുടെ കഥ കേട്ടാൽ തന്നെ സർവപാപങ്ങളും നശിക്കും എന്നാണല്ലോ മഹാത്മാക്കൾ പറയുന്നത്. കാരണം അവരെല്ലാം തന്നെ പരാശക്തി ഭക്തന്മാരാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
ദേവിയുടെ ചരിത്രം, ദേവിയുടെ ലീലകളെ കഥകൾ കേൾക്കുന്നത് മാതിരി തന്നെ ദേവി ഭക്തരുടെ ചരിതം കഥകൾ കേൾക്കുന്നതും പുണ്യം തന്നെയാണ്. ഭക്തനും ഭഗവാനും അല്ലെങ്കിൽ ദേവിയും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്നാണ് പ്രമാണം. അങ്ങനെ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ കഥകൾ കേൾക്കുന്ന അതേ ഫലം തന്നെയാണ് അത്തരത്തിലുള്ള ഭക്തകളുടെ കഥകൾ കേൾക്കുന്നതും. അതുകൊണ്ട് സർവപാപങ്ങളെയും നശിപ്പിക്കുന്നതായിട്ടുള്ള ദേവി ഭക്തന്മാരായിരുന്നിരിക്കുന്ന ആ സൂര്യ ചന്ദ്ര വംശ രാജാക്കന്മാരുടെ കഥകളെ വിസ്തരിച്ച് പറയണം എന്നിവിടെ ജനമേജയൻ പ്രാർത്ഥിക്കണു. ജനമേജയൻ്റെ വാക്കുകളെ കേട്ട സത്യവതി സുതനായിട്ടുള്ള വ്യാസൻ ആ കഥകളെ പറയാൻ തുടങ്ങിയാണ്. ഹേ മഹാരാജൻ, ഹേ ജനമേജയ, സോമ സൂര്യവംശങ്ങളുടെയും മറ്റു വംശങ്ങളുടെയും ഉത്ഭവത്തെപ്പറ്റി ആ വംശത്തിലുള്ള ശ്രേഷ്ഠന്മാരുടെ കഥകളെ കേൾക്കണം എന്നുള്ള ജിജ്ഞാസുവായി അങ്ങയുടെ ജിജ്ഞാസ കണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കഥകളെ ഞാൻ വിസ്തരിച്ചു പറയാം, കേട്ടോളൂ എന്ന് പറഞ്ഞു തുടങ്ങണു. വിഷ്ണോർനാഭിസരോജാവൈ ബ്രഹ്മാഭോൽച്ച ചതുരാനന തപസ്തപ്ത്വ സമാരാധ്യ മഹാദേവീം സുദുർഗമാം. വിഷ്ണുവിൻ്റെ നാഭീകമലത്തിൽ നിന്നാണ് ബ്രഹ്മാവ് ജനിച്ചത്. ആ മഹാദേവിയെ, ദുഷ്പ്രാപയായിട്ടുള്ള മഹാദേവിയെ കഠിനമായ തപസ്സുകൊണ്ട് അദ്ദേഹം ബ്രഹ്മാവ് ആരാധിച്ചു. ദേവിയിൽ നിന്നും വരം നേടിയ ബ്രഹ്മാവ് ജഗത് സൃഷ്ടി ചെയ്യാനായിട്ട് ശ്രമം തുടങ്ങി. പക്ഷേ ലോകപിതാമഹനായിട്ടുള്ള ബ്രഹ്മാവിന് മർത്യലോകത്തെ സൃഷ്ടിക്കാൻ എളുപ്പം കഴിഞ്ഞില്ല. ആ സൃഷ്ടിയെപ്പറ്റി ചതുർമുഖൻ ബ്രഹ്മാവ് മനസ്സാ പല പ്രകാരത്തിൽ ആലോചിച്ചു. അദ്ദേഹം മർത്യവർഗത്തെ പിന്നീട് സൃഷ്ടിച്ചു. എങ്കിലും അത് വേണ്ടത്ര പുഷ്ടി പ്രാപിച്ചില്ല, പെരുകിയില്ല എന്ന് പറയുകയാണ്. ഇവിടെ പറഞ്ഞു, പ്രജാപതി ആയിട്ടുള്ള ബ്രഹ്മാവ് 7 മാനസപുത്രന്മാരെ സൃഷ്ടിച്ചു എന്നാണ് ഇവിടെ പറയണത്. മരീചി, അങ്കിര, അത്രിശ്ച, വസിഷ്ഠ, പുലഹ, ക്രതു, പുലസ്ത്യച്ഛേതി വിഖ്യാത സപ്തൈതേ മാനസാസുത എന്നാണ് പറയണത്. മരീചി, അങ്കീരസ്, അത്രി, വസിഷ്ഠൻ, പുലഹൻ, ക്രതു, പുലസ്ത്യൻ എന്നങ്ങനെ വിഖ്യാതരായ 7 പേരാണ് ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാർ എന്നിതാ ഇവിടെ പറയുകയാണ് വ്യാസൻ ഈ ശ്ലോകത്തിൽ. ബ്രഹ്മാവിൻ്റെ രോഷത്തിൽ നിന്നും രുദ്രനും ഉത്സംഗത്തിൽ നിന്നും നാരദനും അങ്കുഷ്ഠത്തിൽ നിന്നും ദക്ഷനും ജനിച്ചു എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. സനകാദികളും മറ്റുള്ളവരും മനസ്സിൽ നിന്ന് ജനിച്ചവരാണ് എന്നും അവിടെ വ്യാസൻ സൂചിപ്പിച്ചു. ദക്ഷൻ്റെ സർവാംഗ സുന്ദരിയായ പത്നി ജനിച്ചത് ബ്രഹ്മാവിൻ്റെ ഇടത്തെ തള്ളവിരലിൽ നിന്നാണ് എന്നാണ് ഇവിടെ പറയണത്. വാമാങ്കുഷ്ഠാ ദക്ഷപത്നി ജാതാ സർവാംഗസുന്ദരി വീരീണി നാമവിഖ്യാത പുരാണേഷു മഹീപതേ. പുരാണങ്ങളിൽ അവൾ വീരിണി എന്ന നാമത്തിലാണ് വിഖ്യാതയായത് എന്ന് പറയാണ് ദക്ഷൻ്റെ പത്നി. അസിഗ്നി എന്നും പേരുള്ള
അവളിൽ നിന്നാണ് ബ്രഹ്മാവിൻ്റെ മാനസപുത്രനും ദേവഋഷി ശ്രേഷ്ഠനുമായിട്ടുള്ള നാരദൻ ജനിച്ചത് എന്നും ഇവിടെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അസിഖ്നി ഇതിച നാംനാസ യസ്യാം ജാതോധ നാരദ ദേവഋഷി പ്രഭര കാമം ബ്രഹ്മണോ മാനസസുത എന്ന്. അങ്ങനെ അസിഖ്നിയിൽ നിന്നും ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായിട്ടുള്ള ദേവർഷി ശ്രേഷ്ഠനായിട്ടുള്ള നാരദൻ ജനിച്ചു എന്നവിടെ പറയുകയാണ്. അപ്പോഴാണ് ജനമേജയന് സംശയങ്ങൾ തോന്നുന്നതും നാരദനോട് ചോദിക്കുന്നതും. ആ ഭാഗങ്ങളെ നമുക്ക് സമയം കഴിഞ്ഞിരിക്കെ നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ശ്രീ മഹാദേവ്യൈ നമഃ.